ഒരു വിജയദശമി ദിവസം ട്രിവാൻഡ്രമിൽ പൂജപ്പുര ക്ഷേത്രത്തിൽ പോയാലോ അങ്ങനെ പോയി വൈകുന്നേരമാണ് ഇപ്പം നമ്മളിവിടെ എത്തി നല്ല ലൈറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. എത്ര തിരക്കെന്ന് പറഞ്ഞാലും വീഡിയോ ഫോട്ടോയൊക്കെ ഒരു മസ്റ്റ് അല്ലേ. ഇതെന്റെ അമ്മയാണ്. പിന്നെ അവിടെ നല്ല നീല കളർ ലൈറ്റും ഉണ്ടായിരുന്നു. എന്റെ ഡ്രസ്സിലൂടെ ഭയങ്കര മാച്ചിങ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റോളം ക്യൂവിൽ നിന്ന് ഞങ്ങൾ ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചത്. ഈ തിരക്കിന്റെ ഇടയിൽ എന്റെ അമ്മയെന്ന് കരുതി എത്ര ആന്റിമാരെ ഞാൻ പിടിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ പോകുന്നത്. പക്ഷെ തിരക്കായതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം പ്രാർത്ഥിക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്റെ ഒരു കുഞ്ഞു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. തിരക്കുള്ള സമയങ്ങളിൽ അങ്ങനെയാണ്. പിന്നെ എന്റെ അനിയനാണ് ഒരു പരിപാടി വന്ന് അറിയാം. ഡോസ് ഭയങ്കര നൈസായിരിക്കും. ഇഷ്ടമുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്പലത്തിന്റെ സൈഡിലായിട്ട് ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങൾ കാണാൻ തോന്നി ഞങ്ങൾ കയറിയായിരുന്നേ. സാധനങ്ങൾ ഒഴിച്ച് ബാക്കി ആൾക്കാർ എല്ലാം കണ്ടോ. അത്രയ്ക്ക് തിരക്കായിരുന്നു. കയറിയപ്പോൾ തന്നെ എങ്ങനെയും പുറത്തിറങ്ങാൻ വേണ്ടി. കാരണം അത്രയ്ക്ക് തിരക്കുകൊണ്ട് ഈ സ്റ്റോളിൽ എങ്ങനെയൊക്കെ പുറത്തിറങ്ങിയ ശേഷം ഞങ്ങൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം കുടിച്ചു, പാവ് ബജി കഴിച്ചു. പിന്നെ എന്തൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഈ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അനിയനും മെയിനായിട്ട് ഈ ഗോസ് ഹൗസിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ കയറിയിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. 60 രൂപയായിരുന്നു ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ കയറി. എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്. ഇങ്ങനെ ഈ ഹൊറർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടം. ഇവിടെ ഭയങ്കരമായിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ പേടിച്ചു. ആവശ്യത്തിന് ഞാൻ പേടിച്ചു. അവനൊരു കുഴപ്പമില്ല. പക്ഷേ നന്നായിട്ട് പേടിച്ചു. ഈ വ്ളോഗിൽ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ ക്ലിപ്സ് എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഫോണും കൊണ്ട് പോയി. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനും പറ്റില്ല. ഫുൾ എൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പിന്നെ പോലെയൊക്കെ കാണുന്നുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നത്. അങ്ങനെ എല്ലാം കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ വളർന്നിറങ്ങി. ഞാൻ കണ്ടുപിടിച്ചിട്ടിറങ്ങി. അത് നല്ല സുഖമായിട്ട് ഇറങ്ങി. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറേ നുള്ളിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പേടിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പിടിച്ച് ഇറുക്കി. നാമല്ല അവൻ്റെ കൈക്കും കുറിഞ്ഞു എന്നെ. അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇവിടുന്ന് മാ കഴിക്കാനുള്ള ക്രേംസ് തോന്നി കേട്ടോ. എനിക്ക് ഈ വണ്ടിയിലിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് അമ്മ വണ്ടി വിട്ടിരിക്കുന്നു, ഞാൻ പിറകിരുന്ന് ഫുഡ് കഴിക്കുന്നു. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ക്രേംസ് വരും. അതല്ല ഈ പ്രാവശ്യം മാങ്ങയായിരുന്നു. അങ്ങനെ മാങ്ങയൊക്കെ മേടിച്ച് വണ്ടിയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.